ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മാവൊന്നും കുഴച്ചെടുക്കാതെ അതുപോലെ തന്നെ ആവിയിൽ വേവിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഇത് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ അരിപ്പൊടി ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഫ്ലെയിമെല്ലാം ഓണാക്കി കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇതുപോലെ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കൈകൊണ്ടൊന്നും കുഴക്കാതെ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കൈകൊണ്ടൊക്കെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിമിൽ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മാവൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് പാനിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കുറയണം. എന്നിട്ട് വേണം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവിലെ ചൂടെല്ലാം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് മാവിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ സേവനാഴി എടുക്കുക. സേവനാഴിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ചെടുത്ത് നമ്മുടെ സേവനാഴിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇടിയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആവിയിലൊന്നും വേവിച്ചെടുക്കാതെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാനിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സേവനാഴിക്കകത്ത് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിത് ചുറ്റിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളൊരു ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു സമയം തന്നെ മതി. ദോശയോ അപ്പമൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇടിയപ്പം തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ ഇടിയപ്പമാണ് തയ്യാറാക്കാൻ ഇഷ്ടമെങ്കിൽ അതുപോലെ നമുക്ക് 2-3 ആയിട്ട് ഈ ഒരു പാനിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ പാനിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മളിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ഒരല്പം തേങ്ങ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊരു സൈഡ് വെന്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം നോക്കി നല്ല സോഫ്റ്റ് അല്ലേ, പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും.
ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ പരത്തി ചുറ്റിക്കാതെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ലെയറായിട്ട് വേണം ചുറ്റിച്ചെടുക്കാനായിട്ട്. എങ്കിലും നമ്മളിതൊന്ന് മറിച്ചൊക്കെ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ടൊന്ന് വിട്ടൊന്നും പോകാതെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ഇടിയപ്പം അത്രയും സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്